ഹലോ ഗെയ്സ്, ഇന്നാണ് എൻ്റെ കുടുംബക്ഷേത്രത്തിൽ ഉത്സവം. അപ്പോൾ ഞാനും ഉണ്ണികളും കൂടി അമ്പലത്തിൽ പോകാനായിട്ട് നിൽക്കുകയാണ്. നമ്മൾ പോകുന്ന വഴി റോഡ് എത്തിയപ്പോൾ തന്നെ ആന ആറാട്ട് മുങ്ങി വരുന്നുണ്ടായിരുന്നു. എല്ലാ അമ്പലത്തിലും ഉത്സവം കഴിഞ്ഞിട്ടാണ് ആറാട്ട്. പക്ഷെ ഞങ്ങളുടെ അമ്പലത്തിൽ ആറാട്ട് മുങ്ങി വന്നതിന് ശേഷമാണ് കേട്ടോ ഉത്സവം. ആറാട്ട് മുങ്ങി വരുന്ന വഴിക്ക് അടുത്തുള്ള വീടുകളിൽ നിന്നൊക്കെ പറ സ്വീകരിച്ചിട്ടാണ് വരിക. അപ്പോൾ എന്തായാലും കുറച്ച് നേരം റോട്ടിൽ നിന്ന് ആന വരുന്നതൊക്കെ നോക്കി നിന്നിട്ട് ആന ചുറ്റി വളഞ്ഞ് ആണ് അമ്പലത്തിലേക്ക് എത്തുക. ഞങ്ങൾ ഇടവഴി കൂടെ അമ്പലത്തിലേക്ക് എത്തി. ഞാൻ വന്നപ്പോൾ അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് നേരെ പറ എടുക്കാൻ നിന്നു. പറ എടുത്ത് തുടങ്ങിയപ്പോഴത്തേന് ആന വന്ന് മേളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ പറ എടുക്കുന്നിടത്തൊക്കെ ഭയങ്കര തിരക്കായി. എന്തായാലും വന്നപ്പോൾ തന്നെ പറ എടുക്കാൻ നിന്നത് നന്നായി എന്ന് തോന്നി. പിന്നെ ഞങ്ങളുടെ അമ്പലത്തിലെ മറ്റൊരു പ്രത്യേകതയാണ് ഉത്സവം കഴിഞ്ഞാൽ നട അടക്കിയില്ല. എല്ലാ അമ്പലങ്ങളിലും ഉത്സവം കഴിഞ്ഞ് നട അടച്ചിട്ട് പിന്നെ 7-ൻ്റെ അന്നാണ് നട തുറക്കാറ്. നമ്മളുടെ അമ്പലത്തിലെ പ്രതിഷ്ഠ ശിവനും പാർവതി ആയതുകൊണ്ട് നമ്മൾ നട അടക്കാറില്ല. അതുപോലെ തന്നെ തൃപ്രയാർ, കൊടുങ്ങല്ലൂരൊക്കെ അമ്പലം സ്ഥിതി ചെയ്യുന്ന പോലെ അത്ര അധികം സ്ഥലത്താണ് കേട്ടോ നമ്മുടെ കുടുംബക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. എൻ്റെ ഒരു അറിവിൽ ഒരു കുടുംബക്ഷേത്രങ്ങളിലും ഇത്ര അധികം സ്ഥലവിസ്താരം ഉണ്ടാവില്ല. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ളൊരു അമ്പലമാണ് കേട്ടോ. അതിൻ്റെ കുറച്ച് നേരം ആനയും പൂരമൊക്കെ കണ്ടിട്ട് പിന്നെ പിള്ളേർക്ക് കളിപ്പാട്ടം നിർബന്ധമാണല്ലോ. എന്തൊരു വിലയായിരുന്നു കളിപ്പാട്ടത്തിനൊക്കെ. നോക്കി നോക്കി ഒരു ചെറുതൊക്കെ വാങ്ങിക്കൊടുത്ത് സമാധാനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എത്രയേ ഉള്ളൂ, അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.